നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഉപരോധങ്ങൾ മറികടക്കുന്ന റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് കപ്പലുകൾക്കെതിരെ കടുത്ത നടപടിയുമായി സർക്കാർ. ബ്രിട്ടീഷ് ജലപരിധിയിൽ റഷ്യൻ എണ്ണ ടാങ്കറുകളിൽ കയറുവാൻ യു കെ സായുധസേനയ്ക്ക് അനുമതി നൽകിയതായി ഡൌണിംഗ് സ്ട്രീറ്റ് അറിയിച്ചു. ഇതിനു മുമ്പ് റോയൽ നേവി സഖ്യരാജ്യങ്ങളുമായി ചേർന്ന് ഇത്തരം കപ്പലുകളെ നിരീക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച മെഡിറ്ററേനിയൻ സീയിൽ ഒരു റഷ്യൻ എണ്ണക്കപ്പൽ കണ്ടെത്തി ഫ്രഞ്ച് നേവി കയറി പരിശോധന നടത്തിയപ്പോൾ ബ്രിട്ടീഷ് നേവി സഹായിച്ചിരുന്നു. പുതിയ തീരുമാനപ്രകാരം വ്യാജ ദേശീയ പതാകകളോ അപ്രത്യക്ഷമായ ഉടമസ്ഥാവകാശ ഘടനകളോ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടാങ്കറുകൾക്കെതിരെ ബ്രിട്ടീഷ് സേനയും നിയമ സംരക്ഷണ ഏജൻസികളും കൂടുതൽ ശക്തമായി ഇടപെടും എന്നാണ്. ഇതിനോടകം യൂറോപ്യൻ യൂണിയൻ, യു കെ, അമേരിക്ക എന്നിവ ചേർന്ന് 600-ലധികം കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. പുതിയ നിയമങ്ങൾ യു കെ ഉപരോധിച്ച കപ്പലുകൾക്ക് മാത്രമായിരിക്കും ബാധകം. ഇന്ന് ഹെലൻസ്കിൽ നടക്കുന്ന ജോയിന്റ് എക്സ്പെഡിഷണറി ഫോഴ്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. സമുദ്ര സുരക്ഷയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഈ സഖ്യം റഷ്യയ്ക്കെതിരായ നടപടികൾ ചർച്ച ചെയ്യും. രാജ്യത്ത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കണമെന്ന നിർദ്ദേശത്തിന് ഹൌസ് ഓഫ് ലോർഡ്സ് വീണ്ടും പിന്തുണ നൽകി. കുട്ടികളെ സംരക്ഷിക്കുവാൻ സർക്കാർ വേഗത്തിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായി ഉയർന്നു. കൺസർവേറ്റീവ് മുൻ മന്ത്രി നാഷ് മുന്നോട്ടുവച്ച ഭേദഗതിക്ക് 266-നെതിരെ 141 വോട്ടുകൾക്കാണ് അംഗീകാരം ലഭിച്ചത്. ഇത് ചിൽഡ്രൻസ് വെൽബീയിംഗ് ആൻഡ് സ്കൂൾസ് ബില്ലിന്റെ ഭാഗമായാണ് അവതരിപ്പിച്ചത്. നിർദ്ദേശം നടപ്പിലാക്കിയാൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിരോധിക്കണമെന്ന് തീരുമാനിക്കുവാൻ മന്ത്രിമാർക്ക് 1 വർഷം സമയം ലഭിക്കും. ഓസ്ട്രേലിയൻ മാതൃക പിന്തുടരണമോ എന്ന് പരിശോധിക്കാൻ പൊതുചർച്ച നടത്തും. ഇതിനിടെ 300ഓളം കൌമാരക്കാരുടെ വീടുകളിൽ സോഷ്യൽ മീഡിയ നിരോധനം, ഡിജിറ്റൽ കർഫ്യൂ, ആപ്പുകൾക്ക് സമയ നിയന്ത്രണം എന്നിവ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്നും സർക്കാർ അറിയിച്ചു. 6 ആഴ്ച നീളുന്ന പരീക്ഷണമാണിത്. ഈ നിരോധനത്തിന് പലരും പിന്തുണ നൽകുന്നുണ്ടെങ്കിലും നിയന്ത്രണങ്ങൾ എളുപ്പത്തിൽ മറികടക്കാൻ കുട്ടികൾക്ക് സാധിക്കുമോ, അതോ അപകടകരമായ ഓൺലൈൻ ഇടങ്ങളിലേക്ക് ഇത് തള്ളിയിടുമോ എന്ന സാധ്യത മറ്റു ചിലർ മുന്നറിയിപ്പിലൂടെ നൽകുന്നുണ്ട്. മെറ്റയും ഗൂഗിളും കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി ഉയർത്തേണ്ടതില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ടിക്ടോക്ക്, എക്സ് എന്നിവ വിഷയത്തിൽ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. ഇംഗ്ലണ്ടിൽ റെസിഡന്റ് ഡോക്ടർമാർ 6 ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചു. ഡോക്ടർമാരുടെ സംഘടനയായ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും സർക്കാരും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം. ശമ്പള വർധനവും ഡ്യൂട്ടിയും സംബന്ധിച്ച ആവശ്യങ്ങളിൽ സർക്കാർ മതിയായ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് BMA ആരോപിക്കുന്നത്. പുതുവത്സരത്തിന് ശേഷം 2 മാസത്തിലേറെ നീണ്ടുനിന്ന ചർച്ചകൾക്ക് ശേഷമാണ് പണിമുടക്ക് പ്രഖ്യാപനം. ഏപ്രിൽ 7-ന് രാവിലെ 7 മണിക്ക് പണിമുടക്ക് ആരംഭിക്കും. 2023 മാർച്ചിന് ശേഷം ഇത് 15ാമത്തെ പണിമുടക്കാണ്. സ്വതന്ത്ര ശമ്പള അവലോകന സമിതി ശുപാർശ ചെയ്ത 3.5% ശമ്പള വർധന സർക്കാർ അംഗീകരിച്ചതാണ് ചർച്ചകൾ പരാജയപ്പെടുവാൻ കാരണമായത്. ഇതിനു പുറമെ പരീക്ഷാ ഫീസ് ഉൾപ്പെടെ ചില വ്യക്തിഗത ചെലവുകൾ സർക്കാർ വഹിക്കാമെന്നും പരിശീലന അവസരങ്ങൾ വർദ്ധിപ്പിക്കാമെന്നും സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ റെസിഡന്റ് ഡോക്ടർമാരുടെ ശമ്പളം ഏകദേശം 39,000 മുതൽ 74,000 പൌണ്ട് വരെയാണ്. 5 വ്യത്യസ്ത ശമ്പള ഘട്ടങ്ങളിലൂടെയാണ് വർധനവുണ്ടാകുക. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ പര്യാപ്തമല്ലെന്ന് വിലയിരുത്തിയാണ് ഡോക്ടർമാർ സമരത്തിലേക്ക് കടക്കുന്നത്. പലസ്തീൻ അനുകൂല ഗ്രൂപ്പായ പലസ്തീൻ ആക്ഷനെ പിന്തുണയ്ക്കുന്നവരെ വീണ്ടും അറസ്റ്റ് ചെയ്യുമെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു. പലസ്തീൻ ആക്ഷനെ നിരോധനം നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി പറഞ്ഞതിന് പിന്നാലെ ഇത്തരം അറസ്റ്റ് നിർത്തുമെന്ന് മുൻപ് അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ആ നിലപാട് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഹൈക്കോടതി വിധിക്ക് പിന്നാലെ ടെററിസം നിയമപ്രകാരം ഇത്തരം കേസുകളിൽ അറസ്റ്റ് നിർത്തി തെളിവുകൾ ശേഖരിക്കുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. എന്നാൽ ബുധനാഴ്ച അത് താൽക്കാലിക നിലപാട് മാത്രമാണെന്നും ഇപ്പോൾ നിയമമനുസരിച്ച് വീണ്ടും നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. ഹൈക്കോടതി നിരോധനം നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സർക്കാരിന്റെ അപ്പീൽ പരിഗണിക്കുന്നതുവരെ വിധി പ്രാബല്യത്തിൽ വരില്ല. അതുവരെ പലസ്തീൻ ആക്ഷനെ പിന്തുണയ്ക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ ജെയിംസ് ഹാമൺ വ്യക്തമാക്കി. ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് സമർപ്പിച്ച അപ്പീൽ ഏപ്രിൽ 28-29 കോടതി പരിഗണിക്കും. അതുവരെ നിരോധനം തുടരും. ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധ സാഹചര്യത്തെ തുടർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വിതരണത്തിൽ തടസ്സമുണ്ടാകാമെന്ന ആശങ്കയെ തുടർന്ന് അടച്ചുപൂട്ടിയ പ്ലാന്റ് വീണ്ടും പ്രവർത്തനക്ഷമമാകാൻ തയ്യാറെടുക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് ഫോർ ബിസിനസ് ആൻഡ് ട്രേഡ് ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുന്ന പദ്ധതി പ്രകാരം NS നിയന്ത്രിക്കുന്ന ടീസൈഡിലെ പ്ലാന്റ് വീണ്ടും തുറക്കും. കഴിഞ്ഞ വർഷം പ്രവർത്തനം നിർത്തിവെച്ച ഈ പ്ലാന്റ് ബയോ എഥനോൾ നിർമ്മിക്കുന്നതിനിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്.
കാർബൺ ഡൈ ഓക്സൈഡ് ഭക്ഷ്യപാനീയ വ്യവസായത്തിൽ നിർണായകമായി ഉപയോഗിക്കുന്ന ഘടകമാണ്. അമേരിക്കയുമായി UK സർക്കാർ ഒപ്പുവെച്ച വ്യാപാര കരാറിന്റെ ഭാഗമായി അമേരിക്കൻ എഥനോൾ ഇറക്കുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ നീക്കം ചെയ്തതിനെ തുടർന്ന് ഈ പ്ലാന്റ് അടച്ചുപൂട്ടുകയായിരുന്നു. യൂറോപ്പിലെ ഫെർട്ടിലൈസർ കമ്പനികൾ ഉയർന്ന ഊർജ്ജ ചെലവിനെ തുടർന്ന് ബുദ്ധിമുട്ടുകൾ നേരിടുന്നതും വിതരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന ആശങ്കയുമാണ് ഈ തീരുമാനത്തിന് പിന്നിലെ കാരണമായി വിലയിരുത്തുന്നത്. വായ്പാ തട്ടിപ്പ് നടത്തി ബ്രിട്ടനിലേക്ക് കടന്ന വജ്രവ്യാപാരി നീരവ് മോദിക്ക് തിരിച്ചടി. ഇന്ത്യയ്ക്ക് കൈമാറുന്നതിനെതിരെ നീരവ് മോദി നൽകിയ അപ്പീലിൽ ഇടപെടാതെ ലണ്ടൻ കോടതി. ഇതോടെ നീരവിനെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ഏജൻസി നീക്കങ്ങൾ വേഗത്തിലാക്കാം. താൻ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിൽ പീഡനത്തിനിരയാകുമെന്നായിരുന്നു നീരവിന്റെ വാദം. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 11,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തി 2018-ലാണ് നീരവ് മോദി രാജ്യം വിട്ട് ബ്രിട്ടനിലേക്ക് രക്ഷപ്പെട്ടത്. PNB അഴിമതി പുറത്തുവരികയും വിവിധ ഏജൻസികൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതോടെയാണ് നീരവ് മോദി ഇന്ത്യ വിട്ടത്. തട്ടിപ്പിലൂടെ നേടിയ പണം നീരവ് മോദി വിദേശത്തേക്ക് കടത്തിയെന്നാണ് സംശയം. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് വ്യാജ കത്തുകൾ സൃഷ്ടിച്ച് സ്വന്തം കമ്പനികളിലേക്ക് പണം തട്ടിയെന്നാണ് നീരവ് മോദിക്കെതിരായ കേസ്. നീരവ് മോദിയും ബന്ധുവായ മെഹുൽ ചോക്സിയും ചേർന്ന് 14,000-ഓളം കോടി രൂപയുടെ വായ്പ തട്ടിയെന്നാണ് റിപ്പോർട്ട്. UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നോർത്ത് യോർക്ക്ഷയറിലെ സെന്റ് ലൂക്സ് ഇന്ത്യൻ ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ ഈ മാസം 29-ന് സ്കാർബറോയിലെ സെന്റ് ജോർജ് RC ചർച്ചിൽ പ്രത്യേക ഓശാന ഞായർ ആരാധനയും ആഘോഷവും സംഘടിപ്പിക്കുന്നു. ഓശാന ആഘോഷത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ആരാധനാക്രമാനുസൃതമായി വിശുദ്ധ കുർബാനയും പരമ്പരാഗത ഓശാന ശുശ്രൂഷകളും ഉൾപ്പെടുത്തുന്നുണ്ട്. ഫാദർ ടിജോ വർഗീസാണ് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. പ്രാർത്ഥന, ആരാധന, ആത്മീയ ധ്യാനം, വിശുദ്ധ കുർബാന എന്നിവയിലൂടെ വിശ്വാസികളെ നയിക്കുന്ന ഈ ആത്മീയ അനുഭവത്തിൽ പങ്കുചേരുവാൻ കുടുംബങ്ങളെയും ഇടവക അംഗങ്ങളെയും വിശ്വാസികളെയും ക്ഷണിക്കുന്നതായി സഭ അറിയിച്ചു. പ്രാർത്ഥനയുടെയും കൂട്ടായ ആത്മീയ സമർപ്പണത്തിന്റെയും മുഖേന ഈസ്റ്റർ തിരുനാളിനായുള്ള ആത്മീയ ഒരുക്കത്തിനും സഹവാസത്തിനും ആരാധനയ്ക്കുമുള്ള അവസരമായി കരുതി എല്ലാവരെയും ഈ അവസരത്തിൽ പങ്കുചേരണമെന്ന് കോൺഗ്രിഗേഷൻ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് അമേരിക്ക അവതരിപ്പിച്ച കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും എന്നാൽ സംഘർഷം ഒത്തുതീർപ്പാക്കാൻ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് ഇക്കാര്യം അറിയിച്ചത്. അമേരിക്കയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇറാൻ തയ്യാറാണെന്ന അവകാശവാദങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പ്രതികരണം. ഇറാനെതിരെ യുദ്ധം നടത്തുവാൻ പ്രേരിപ്പിച്ച അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ ഫലം കണ്ടിട്ടില്ലെന്നും യുദ്ധത്തിൽ ഇറാന്റെ പരാജയവും ഭരണമാറ്റവും US ലക്ഷ്യം വെച്ചിരുന്നെന്നും ഇതൊന്നും നേടാത്ത അമേരിക്ക പരാജയപ്പെട്ടെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാന്റെ പ്രതിരോധ ശേഷിയും സുരക്ഷയും ഒരു രാജ്യത്തിനും തകർക്കാൻ കഴിയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ ഒരിക്കലും സംഘർഷം തുടരുവാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഉടൻ തന്നെ സംഘർഷങ്ങൾക്ക് സ്ഥിരമായുള്ള പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കായി ഹോർമുസ് കടലിലേക്ക് തുറന്നു നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.